ബീഹാറിൽ ഇന്ന് ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ കൊട്ടിക്കലാശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും അടക്കം പ്രധാന ദേശീയ നേതാക്കൾ സംസ്ഥാനത്തുണ്ട്. മുസ്ലിം വോട്ട് ഭിന്നിക്കുന്നതിന്റെ ഉത്തരവാദിത്തം മഹാസഖ്യത്തിന് മാത്രമാണെന്ന് AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി റിപ്പോർട്ടറിനോട് പറഞ്ഞു. പരസ്യപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ NDAയും മഹാസഖ്യവും തമ്മിൽ രൂക്ഷമായ വാക്പോര് തുടരുകയാണ്. RJDക്കും കോൺഗ്രസിനുമിടയിൽ ശത്രുതയെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശം കൂടുതൽ ചർച്ചയാക്കുകയാണ് NDA. ഈ മാസം 18-ന് മഹാസഖ്യത്തിന്റെ സർക്കാർ അധികാരമേൽക്കുമെന്ന് തേജസ്വി യാദവിന്റെ മറുപടി. RJDക്കും കോൺഗ്രസിനുമെതിരെ ആഞ്ഞടിച്ച് AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി. മുന്നണിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം മഹാസഖ്യം അംഗീകരിച്ചില്ല. തേജസ്വി യാദവ് തന്നെ തീവ്രവാദി എന്ന് വിളിച്ചു. വർഗീയ മനോഭാവമുള്ളയാളാണോ മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നതെന്നും ചോദ്യം. They will call me terrorist also, and these sort of comments have put many Muslims inside prisons. This is the communal mindset of a person who was aspiring to become the chief minister of Bihar. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് BJP വനിതാ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തും. ബൂത്ത് അടിസ്ഥാനത്തിൽ വോട്ടുറപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് കൂടിക്കാഴ്ച. രാഹുൽ ഗാന്ധിയും അമിത്ഷായും JP നദ്ദയും വിവിധ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിക്കും. 121 സീറ്റുകളിലേക്കാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുക. 2020-ൽ 121-ൽ 61 സീറ്റും മഹാസഖ്യമാണ് നേടിയത്. റിപ്പോർട്ടർ ബീഹാർ.